ചെമ്പിലോട് ഋഷി സുരേഷ് എന്നുള്ള പുതുമുഖ സംവിധായകരാണ്. അവർ അഭിനയിച്ചിട്ടുണ്ട് രണ്ടുപേരും ഗംഭീരമായിട്ട്. പിന്നെ ഒത്തിരി പുതുമുഖങ്ങളുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തത്. നല്ല സ്റ്റോറി ലൈനാണ്, നല്ലൊരു ക്യാമ്പസ് ഫീലുണ്ട്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. നല്ലൊരു എൻ്റർടൈനറാണ്. ഒരു വടക്കൻ പ്രണയപർവം നമ്മുടെ വിജീഷ് ചെമ്പിലോട് എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകൻ, അതേപോലെ തന്നെ അദ്ദേഹത്തിന് കൂട്ടായിട്ട് ഋഷി സുരേഷ്, അവർ രണ്ടുപേരും കൂടെ ചെയ്ത ഈ ഒരു ചിത്രം വളരെ മികച്ചൊരു ക്യാമ്പസ് ചിത്രം തന്നെയാണ്. വാക്കുകളിൽ പറയുന്നതല്ല, ഇത് കണ്ട് തന്നെ ഫീല് അനുഭവിക്കണം. 2 മണിക്കൂർ 35 മിനിറ്റുള്ള ഈ ഒരു ചിത്രം ഒരു പോരായ്മയും ഇല്ലാതെ അവർ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൽ സൂരജ്, അതേപോലെ തന്നെ അഞ്ജന, നമ്മുടെ ശബരീഷ് വർമ്മ, ഡയാന ഹമീദ്, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കഥ, നല്ല തിരക്കഥ, നല്ല സംഭാഷണങ്ങൾ, എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ, ഫാമിലിയും ഒത്ത് കാണാൻ പറ്റിയ നല്ലൊരു ക്യാമ്പസ് ചിത്രം. ഒരു വടക്കം പ്രണയം കുറവാണ്. പടത്തിന്റെ പേര് പോലെ തന്നെ ഒരു പ്രണയ ചിത്രം. അതായത് ഇത് ഡയറക്ട് ചെയ്തിരുന്ന അതൊക്കെ പുതുമുഖങ്ങളാണ്, പുതിയ ആൾക്കാരാണ്. പക്ഷെ അതൊന്നും ഒരു ലാഘം എന്തോ ഒരു കാര്യങ്ങളും ഈ പടത്തിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് ഡീസന്റ് ആയിട്ട്, പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം. അഭിനയിച്ച എല്ലാവരും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ള ഒരു പടമാണ്. ചെറിയൊരു ചിത്രമാണെങ്കിലും ഇത് തിയേറ്റർ വാച്ചബിൾ ആണ്. എന്തായാലും കൊള്ളാം. തന്നാലേ വിജീഷ് അദ്ദേഹമാണ് ഇതിൻ്റെ സംവിധായകൻ. പക്ഷേ അദ്ദേഹം നന്നായിട്ട് ഇതിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പറഞ്ഞു. ഒന്നും പറയില്ല. ഒരു ക്യാമ്പസ് സ്റ്റോറി ആണെങ്കിലും ആ ക്യാമ്പസ് സ്റ്റോറിയിൽ പ്രണയത്തെക്കുറിച്ചിട്ടും പ്രണയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് എങ്ങനെ ഇല്ലാണ്ടാക്കണം എന്നതിനെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു നല്ല ചിത്രം. വലിയ സിനിമേൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സിനിമ, ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളുടെ നാട്ടുകാരാണ്, കണ്ണൂർക്കാരാണ് ഇതിൻ്റെ സംവിധാനവും നടനൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ.